Is the bag here? ഒരു പ്ലാനും ഇല്ലാണ്ട് ട്രിപ്പ് അടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ അതില് അതിജീവിക്കുന്ന പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നല്ലട്ടാ. ആദ്യത്തെ പണി ഞങ്ങളുടെ ബാഗേജ് ആയിരുന്നു. ബാഗേജ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് അങ്ങോട്ട് കൂട്ടിയപ്പോ ഞങ്ങളോട് പറഞ്ഞു ബാഗേജ് എടുക്കാൻ പറ്റില്ലേട്ടാ, നിങ്ങൾ വെയിറ്റ് കുറച്ചോ, എന്തൊരാഴ്ച ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഉണ്ടാ പേടി. ഇട്ടി തുറന്നിട്ട് ആ സാധനങ്ങൾ മൊത്തം നമ്മുടെ മേലേക്കാണ്ട് കയറ്റിട്ടാ 5 കിലോ എങ്കിലും മിനിമം മേല് കയറ്റിണ്ടാവട്ടാ. അതിലാണ് രക്ഷപ്പെട്ടത് കേട്ടാ ഗൈസ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മനുഷ്യനല്ല പുള്ള ടെൻഷൻ അടിച്ച് ചത്തൂട്ടാ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് എനിക്ക് അപ്പ എനർജി പോയി എനിക്കൊരു ചായ കുടിക്കണട്ടാ. ചായ കുടിക്കണ്ടേ നമുക്ക്? ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നീ എന്തിനാണ് ട്രിപ്പ് അടിക്കണേന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും. പാട്ടിയുടെ പോലെ പണിയെടുത്തിട്ട് ആകെ കൂടെ 3 ദിവസം മുടക്കുന്നതാ. അത് നമുക്ക് ട്രിപ്പ് അടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഡിപ്രഷൻ ആവില്ലേ ഗൈസ്? അപ്പൊ കുത്തിക്കിഴപ്പിന്റെ പുറത്ത് ഒറ്റ മൈൻഡില് ഞാൻ പോണ സ്ഥലമാണ് ബാൻഫ്. കാരണവന്മാര് പറയണ ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും പോയി കാണേണ്ട സ്ഥലാന്നാട്ടാ. അപ്പൊ പോയതിന്റെ വിശേഷം Is the bag here? ഒരു പ്ലാനും ഇല്ലാണ്ട് ട്രിപ്പ് അടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ അതില് അതിജീവിക്കുന്ന പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നല്ലട്ടാ. ആദ്യത്തെ പണി ഞങ്ങളുടെ ബാഗേജ് ആയിരുന്നു. ബാഗേജ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് അങ്ങോട്ട് കൂട്ടിയപ്പോ ഞങ്ങളോട് പറഞ്ഞു ബാഗേജ് എടുക്കാൻ പറ്റില്ലേട്ടാ, നിങ്ങൾ വെയിറ്റ് കുറച്ചോ, എന്തൊരാഴ്ച ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഉണ്ടാ പേടി. ഇട്ടി തുറന്നിട്ട് ആ സാധനങ്ങൾ മൊത്തം നമ്മുടെ മേലേക്കാണ്ട് കയറ്റിട്ടാ 5 കിലോ എങ്കിലും മിനിമം മേല് കയറ്റിണ്ടാവട്ടാ. അതിലാണ് രക്ഷപ്പെട്ടത് കേട്ടാ ഗൈസ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മനുഷ്യനല്ല പുള്ള ടെൻഷൻ അടിച്ച് ചത്തൂട്ടാ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് എനിക്ക് അപ്പ എനർജി പോയി എനിക്കൊരു ചായ കുടിക്കണട്ടാ. ചായ കുടിക്കണ്ടേ നമുക്ക്? ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നീ എന്തിനാണ് ട്രിപ്പ് അടിക്കണേന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും. പാട്ടിയുടെ പോലെ പണിയെടുത്തിട്ട് ആകെ കൂടെ 3 ദിവസം മുടക്കുന്നതാ. അത് നമുക്ക് ട്രിപ്പ് അടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഡിപ്രഷൻ ആവില്ലേ ഗൈസ്? അപ്പൊ കുത്തിക്കിഴപ്പിന്റെ പുറത്ത് ഒറ്റ മൈൻഡില് ഞാൻ പോണ സ്ഥലമാണ് ബാൻഫ്. കാരണവന്മാര് പറയണ ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും പോയി കാണേണ്ട സ്ഥലാന്നാട്ടാ. അപ്പൊ പോയതിന്റെ വിശേഷം അടുത്ത വീഡിയോയിൽ പറയാട്ടാ.